ഗൈസ് ഗുഡ് മോർണിംഗ്. രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഇന്ന് ഡ്യൂട്ടിക്ക് പോകണ്ട. അപ്പോൾ പിന്നെ വിചാരിച്ച് രാവിലെ എന്തെങ്കിലും ഇച്ചിരി മീൻ കഴിക്കണം എന്നൊരാഗ്രഹം തോന്നി. അപ്പം സാധനം മേടിക്കാൻ പോവുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ചന്തയിലേക്ക് പോവാണ്. അവിടെ ചെന്ന് പക്ഷേ ഒരു കാര്യം, ഒരു രക്ഷയില്ലാത്ത വിലയാണ് ഇപ്പോൾ മീനൊക്കെ. അതുകൊണ്ട് എന്തായി തീരുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ, അപ്പം നമുക്കൊന്ന് ചന്തയിൽ പോയിട്ട് വരാം. ഓക്കെ, അപ്പം ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം. ഇത് നമ്മുടെ അവിടെ നിന്ന് മെയിൻ റോഡിലോട്ട് പോകുന്ന കേട്ടോ. ഇത്രയേ ഉള്ളൂ ദൂരം മെയിൻ റോഡിലോട്ട് പോകാൻ. ഞങ്ങളുടെ ഫുള്ള് പച്ചപ്പൊക്കെ കേട്ടോ, നല്ല ഹരിതാപം നിറഞ്ഞ സ്ഥലം. ഒക്കെ ഇറങ്ങി പോകുമ്പോൾ കാണുന്ന ഒരു സീനാണ് കേട്ടോ ഇത്, ഒരു വ്യൂ. നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെയാണ് പമ്പയാറ് കേട്ടോ. ഇതുണ്ട്, ഇത് പമ്പയാറാണ് ഈ കാണുന്നത്. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്താണ്. ഒരു മിനിറ്റ് കഷ്ടിച്ച് വേണ്ട പമ്പയാറിലോട്ട് പോകാൻ. ഓക്കെ, പമ്പയാറിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം. ഞാൻ പോകുന്ന സ്ഥലം ഏതാണെന്ന് ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ. ഞാനിപ്പോൾ വന്നിരിക്കുന്നത്, ഞാൻ മാർക്കറ്റിൽ വന്നാണെന്ന് നിങ്ങളോടെല്ലാം പറഞ്ഞു. അപ്പോൾ ഏത് മാർക്കറ്റിലോട്ടാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല. ഞാനിപ്പോൾ പോകുന്നത് നമ്മുടെ വടശ്ശേരിക്കര മാർക്കറ്റിലാണ് കേട്ടോ. എല്ലാവർക്കും അറിയാവുന്നൊരു സ്ഥലമാണ്, പേങ്കളാങ്കടവ് പാലം എന്ന് പറയും. ഓക്കെ, ഈ പോകുന്നത് പമ്പയാറാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇതാണ് പമ്പയാറ്. ഇതാണ് ഞാൻ മാർക്കറ്റിലോട്ട് പോകുന്നത്. വടശ്ശേരിക്കരയിലേക്കാണ് പോകുന്നത്, വടശ്ശേരിക്കരയ്ക്ക്. നമ്മൾ വടശ്ശേരിക്കരയ്ക്ക് പോകുമ്പോൾ കാണുന്ന അമ്പലമാണ് ഇത് കേട്ടോ. അവിടെ കാണുന്നത് അമ്പലമാണ്. അവിടെ എനിക്കിപ്പോൾ നിർത്താൻ പറ്റത്തില്ല, അവിടെ തിരക്കുണ്ട്. എനിക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ടതായതുകൊണ്ട് ഞാൻ സാധനം മേടിക്കാൻ പോവാം. ഇതാണ് വടശ്ശേരിക്കര. ഓക്കെ, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴാണ് വടശ്ശേരിക്കര ഇവിടെ എന്തോ ഒരു പണി നടക്കുന്നതുകൊണ്ട് റോഡ് ചെറുതായിട്ടൊന്ന് ബ്ലോക്കാണ്. അങ്ങനെ ഞാനിവിടെ വടശ്ശേരിക്കര എത്തി. ഇതാണ് നിങ്ങൾ കാണുന്ന വടശ്ശേരിക്കര. ഓക്കെ, ഇവിടെ എനിക്ക് കുറച്ച് സാധനം മേടിക്കാനുണ്ട്. ഇതാണ് നിങ്ങൾ ഈ കാണുന്ന വടശ്ശേരിക്കര. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എനിക്ക് മീൻ മേടിക്കണമെന്ന്. അപ്പോൾ ഞാൻ മീൻ മേടിക്കാൻ കയറുന്നത് എൻ്റെ ഇവിടാണ്. ഈ മീനൊക്കെ ഇരിക്കുന്നുണ്ടോ, ഇതൊക്കെ ഭയങ്കര രസമാണ്. പക്ഷേ ഭയങ്കര ആളുകളൊക്കെ വന്ന് പേടിച്ചു പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ. പക്ഷേ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ് ഇത്. സ്പോട്ടാണ് മീൻസ് ഒരു ഷോപ്പാണ്. കാരണം അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ. പിന്നെ ഈ കാണുന്നതാണ് വടശ്ശേരിക്കര ടൗൺ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ആ കാണുന്നത് പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന വഴിയാണ്. അപ്പോൾ പത്തനംതിട്ടയ്ക്ക് ഇതൊരു ഇവിടുത്തെ നമ്മുടെ വടശ്ശേരിക്കരയിൽ തന്നെ ഒരു ഷോപ്പാണ്. മഞ്ഞക്കുട്ടി മെസ്സാന്ന് പറയും. അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു ഷോപ്പാണ്. പിന്നെ എനിക്കപ്പുറത്തൊന്ന് പോകണം, ഞങ്ങളുടെ കുഞ്ഞുണ്ട്. 2 സാധനം പറഞ്ഞു വിട്ടിട്ടുണ്ട്. അതില്ലാതെ എനിക്ക് എന്താ പറയുക, വീട്ടിൽ കയറാൻ പറ്റത്തില്ല. ഓക്കെ,
അപ്പോൾ എൻ്റെ ഇതാണ് വടശ്ശേരിക്കര, ഇതാണ് ഞാൻ പറഞ്ഞ ആ ഷോപ്പ്. പിന്നെ ഞാനിപ്പോൾ ഈ കാണുന്നുണ്ട് അങ്ങോട്ടാണ് നമുക്ക് എന്താ പറയുക പമ്പയ്ക്കൊക്കെ പോകുന്നത്. ഇവിടുന്ന് പത്തനംതിട്ടയിൽ നിന്ന് വന്ന് നേരെ പോകുന്നത് പമ്പ, സീലത്തൂർ, സ്ഥലത്തേക്കൊക്കെ പോവാം. ഓക്കെ, ഇതാണ് ഞാൻ ആ പറഞ്ഞ എന്താ പറയുക ഷോപ്പ്. ഇത് നേരെ അങ്ങോട്ട് പോകണം. അങ്ങനെ ദേ കയറി 40 വലുതാണ്. 2 സാധനം കൊച്ചിനുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതില്ലാതെ വീട്ടിൽ കയറാൻ പറ്റത്തില്ല. ഓക്കെ, അവർ പറഞ്ഞ് വിടും, അത് വേണം ഇത് വേണം, നമ്മൾ മേടിക്കണം. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഞാനിതുപോലെ മേടിക്കാൻ ചെന്നതിന് ഇതെന്താ കുറച്ച് എത്ര അത് ഒരു 10 രൂപയ്ക്ക് ഓരോരോ പാല്. ഭയങ്കര ചൂടാട്ടോ. ഇത്രയും മഴയൊക്കെ പെയ്തിട്ടും കാര്യമൊന്നുമില്ല. ഭയങ്കര ചൂടാണ്. ചൂടിനൊന്നും ഒരു കുറവില്ല. നല്ല മഴയായിരുന്നു, എന്നിട്ടും ഭയങ്കര ചൂട്. ഇവിടെ എല്ലാം പൊള്ളി കിടക്കുന്ന അവസ്ഥയാണ്. ഇനി എനിക്ക് 1-2 സാധനം കൂടെ മേടിക്കാനുണ്ട്. അത് കഴിഞ്ഞ് വീട്ടിലോട്ട് വീണ്ടും പോവും. ചൂടൊക്കെ ആയതുകൊണ്ടേ പുറത്തങ്ങനെ നിന്ന് കറങ്ങാനൊന്നും പറ്റുന്നില്ല. ഇവിടെ വന്ന അത്യാവശ്യം സാധനങ്ങളെല്ലാം കിട്ടും കേട്ടോ. അത് ഞാൻ വടശ്ശേരിക്കരയ്ക്ക് വന്നാലേ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതായത് നമുക്ക് വേണ്ടതായിട്ടുള്ള എന്താ പറയുക എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ വടശ്ശേരിക്കര. ഇത് ഞാൻ മേടിച്ച മീൻ ഷോപ്പ് ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ പത്തനംതിട്ട വരുന്ന വഴി. ഇവിടുന്ന് റൈറ്റിലേക്ക് പോകണം എൻ്റെ വീട്ടിലോട്ട് പോകാനായിട്ട്. ഇനി ഞാൻ ഇച്ചിരി പച്ചക്കറിയൊക്കെ മേടിക്കാൻ വേണ്ടി നമുക്കിവിടെ കിറ്റ് കിട്ടും. ഇത്ര രൂപയ്ക്ക് കിറ്റ് ഉണ്ടാവും. അപ്പോൾ അതായിരിക്കും ലാഭം. സോ അതുകൊണ്ട് ഞാനൊരു 200 രൂപയുടെ കിറ്റ് മേടിച്ചു. അങ്ങനെ പച്ചക്കറി കിട്ടി. ഇതാണ് പച്ചക്കറി. അങ്ങനെ വീട്ടിൽ പോകണം. ഓക്കെ, സോ ഗൈസ് ഒരു 200 രൂപയുടെ കിറ്റും മേടിച്ചു. അപ്പോൾ ഇത് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ പോകുന്ന റോഡിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ആറുണ്ട്. ഇതാണ് ആ പമ്പയാറ്. ഓക്കെ, പമ്പയാറിൻ്റെ സൈഡിലൂടെയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അപ്പം പിന്നെ ഈ കാണുന്നത് അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടൊരു പമ്പ് ഹൗസൊക്കെ കാണാം. ഇത് കണ്ടോ, എന്തോ ഒരു രസമാണെന്ന് നോക്കി, മേഘമൊക്കെ നിൽക്കുന്നത്. ഇതിൻ്റെ റൈറ്റ് സൈഡിലും ആ പമ്പയാറ് തന്നെയാണ് കേട്ടോ. എനിക്ക് തോന്നി ആ വിഷ്വൽ നല്ല രസമുണ്ടെന്ന് തോന്നി. അങ്ങനെയാണ് ഈ ഒരു ഭാഗം ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. നല്ല രസമുണ്ട്. കാരണം ഇച്ചിരി വെയിലാണ്, പക്ഷേ എന്നാൽ പോലും കാണാനൊക്കെ നല്ല ഒരു ഭംഗിയുള്ളൊരു സ്ഥലം ഈ ഒരു ഭാഗമൊക്കെ. പിന്നെ ഇവിടുന്ന് ഞങ്ങളുടെ ജംഗ്ഷനിലോട്ട് കയറി വരുന്നൊരു വഴിയാണ്. ഇത് ഞങ്ങളുടെ സ്ഥലത്തേക്ക്, അതായത് എൻ്റെ പ്രോപ്പർ സ്ഥലത്തേക്ക് കയറി വരുന്നൊരു വഴിയാണ്. വടശ്ശേരിക്കരയിൽ നിന്ന് ഇങ്ങനെ വന്ന് ഈ വളവ് കയറി ചെല്ലുന്ന ഒരു ജംഗ്ഷനാണ്. ആ ജംഗ്ഷൻ്റെ പേര് ഞാൻ ആ ജംഗ്ഷൻ എത്താറാകുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം. ഓക്കെ, ഇങ്ങനെ കയറ്റം കയറി ഇങ്ങനെ വളഞ്ഞു പോകും. എന്നിട്ട് നിങ്ങൾ നോക്കി ആകാശത്തോട്ടൊക്കെ നോക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ എൻ്റെ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ കാണാം, കൂടുതലും ഞാൻ ഈ ആകാശമൊക്കെ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. കാരണം ആകാശത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. അതുപോലെ തന്നെ പച്ചപ്പുമൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. ഇതാണ് ഞങ്ങളുടെ ജംഗ്ഷൻ ഞാൻ പറഞ്ഞത്. അവിടെ നടുക്കൊരു ആല് നിൽക്കുന്നുണ്ടോ, അതുകൊണ്ട് പണ്ട് ഇതിനെ പറയുന്ന അലിമുക്കെന്നാണ്, ഇപ്പം ഞങ്ങൾ പറയുന്ന അലിമുക്കെന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ അലിമുക്ക് ജംഗ്ഷൻ കഴിഞ്ഞ് എൻ്റെ വീട്ടിലോട്ടുള്ള വഴിയാണ് ഈ കയറി വരുന്നത്. അപ്പം ഇപ്പോഴും നിങ്ങൾ നോക്കിയോ, ആ ആകാശമൊക്കെ നോക്കുക, 2 സൈഡിലും പച്ചപ്പും മേലെ നീലാകാശവും ഒക്കെ, എന്താ പറയുക മേഘവും, അങ്ങനെ കാണാനൊരു ഭംഗിയുള്ളൊരു സ്ഥലമാണ് എൻ്റെ സ്ഥലം എന്ന് പറയുന്നത്. ഇതെൻ്റെ വീട്ടിലോട്ട് പോകുന്നത് 2 സൈഡും റബ്ബർ തോട്ടമാണ്. റബ്ബർ തോട്ടത്തിൻ്റെ ഇടയ്ക്കൂടെ ചെറിയ വഴി, കോൺക്രീറ്റ് റോഡാണേ. ഓക്കെ, ആ ഭാഗത്ത് എൻ്റെ വീട്ടിലോട്ട് എത്തുകയാണ്. നിങ്ങൾ അതിനിടയ്ക്കൂടെ ആ മരത്തിൻ്റെയൊക്കെ ഇടയും ആ തെങ്ങിൻ്റെയൊക്കെ ഇടയ്ക്കൂടെ നോക്കി. ഇപ്പം ഞാനിപ്പോൾ വേറൊരു എന്താ പറയുക, ഒരു വിഷ്വൽ ട്രീറ്റ് ഞാൻ നിങ്ങൾക്ക് തരാം. വാവ്, നോക്ക് എന്താ ഭംഗി നോക്കുക. നമ്മുടെ വീടിൻ്റെ സൈഡാണ് കേട്ടോ. എൻ്റെ വീടിൻ്റെ തൊട്ട് സൈഡ് വശമാണ്. അവിടുത്തെ റബ്ബറൊക്കെ മുറിച്ച് കളഞ്ഞപ്പോൾ ഇവിടെ കാടായി. പക്ഷേ എന്നാൽ പോലും കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇത് കാണുന്ന ഒരു വ്യക്തികൾക്ക് പോലും ഈ ഒരു വിഷ്വൽ ഇഷ്ടപ്പെടാതിരിക്കത്തില്ല. 100% ഷുവറാണ്.
സോ ഇതാണ് ഞങ്ങളുടെ ബ്യൂട്ടിഫുൾ ഏരിയ. കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചു. ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ചൂടാണ്, നല്ല വെയിലുണ്ട്. മഴ പെയ്തെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നല്ല ചൂടുണ്ട്. സോ എന്താ പറയുക, കുറച്ച് സാധനങ്ങൾ. അപ്പോൾ ഇനിയും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും വണക്കം.